ആശംസകൾ നേരുന്നതിനായി മുൻ PSC ചെയർമാൻ ബഹുമാന്യനായ ഡോക്ടർ KS രാധാകൃഷ്ണനെ വിനീതപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ KNM ജനറൽ സെക്രട്ടറി ശ്രീ PP ഉണ്ണീൻകുട്ടി മൗലവി, സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ട അബ്ദുള്ള കോയ മദനി, പ്രസിഡൻറ്റ് KNM, നമ്മുടെ ബഹുമാന്യനായ എറണാകുളം MLA ശ്രീ ഹൈബി ഈഡൻ, ഈ സദസ്സിലും വേദിയിലും സന്നിഹിതരായിരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, യോഗത്തിൻ്റെ അധ്യക്ഷൻ്റെ പ്രസംഗവും ഉദ്ഘാടനവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആശംസ പ്രസംഗം നടത്തുന്നതാണ് അതിൻ്റെ മര്യാദ. പക്ഷേ ലോക ഭൂപടത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു പ്രദേശമാണ് കുമ്പളങ്ങി. അത് നമ്മുടെ തോമസ് മാഷ് വന്നതിന് ശേഷം കുമ്പളങ്ങിക്ക് വലിയ സ്ഥാനം കിട്ടുകയും അവിടെ അദ്ദേഹമൊക്കെ പഠിച്ച ഒരു വിദ്യാലയത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ളൊരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ടാണ് സേഠ്ജി എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു തന്നെ. അപ്പോൾ അതിനാണ് ഈ ഒരു മര്യാദകേട് കാണിക്കുന്നത്. ഒരു മര്യാദകേട് കാണിച്ചാൽ പിന്നെ രണ്ടാമത്തെ മര്യാദകേട് കാണിക്കാൻ ആരുടെയും അനുവാദം വാങ്ങേണ്ടതില്ല. അതുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം കഴിഞ്ഞാൽ ഞാൻ ഉടനെ പോവുകയും ചെയ്യും. കാരണം മര്യാദകേട് ഒന്നാകുമെങ്കിൽ പിന്നെ വേറെ രണ്ടാമത്തതിന് പ്രശ്നമില്ലല്ലോ. ഈ കുമ്പളങ്ങിക്കാർക്കാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് അടിപ്പാസ് കൊടുത്ത ഒരു വിഭാഗമാണ് അവർ. ഈ ചെല്ലാനംകാരും കുമ്പളങ്ങിക്കാരും തമ്മിൽ വളരെ ഹൃദ്യമായ ബന്ധം നിലനിന്നിരുന്നൊരു കാലത്ത് ഒരു ചെല്ലാനംകാരൻ കുമ്പളങ്ങിയിലെത്തിയാൽ കുമ്പളങ്ങിക്കാരെല്ലാവരും കൂടി ചേർന്ന് ആ ചെല്ലാനംകാരനെയും, നേരെ തിരിച്ച് ഒരാൾ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ അവരെയും അടിക്കുമായിരുന്നു, തല്ലും, ആഘോഷപൂർവ്വം തല്ലും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചെല്ലാനംകാരനിങ്ങനെ കുമ്പളങ്ങിയിലൂടെ നടന്ന് പോകുമ്പോൾ കാണുന്നവരൊക്കെ തല്ലി തുടങ്ങി. അപ്പോൾ ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു തീരുമാനത്തിലെത്തി. ആദ്യം ആരാണോ തല്ലുന്നവർ ആ തല്ല് കഴിഞ്ഞാൽ ഒരു പാസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തല്ലാൻ വിളിക്കുന്നവരെ ഈ പാസ് കാണിച്ചു കഴിഞ്ഞാൽ തല്ല് കൊള്ളാതെ പോകാം. അങ്ങതാണ് കുമ്പളങ്ങി. അപ്പോൾ അതുകൊണ്ട് അവിടെ വൈകി ചെല്ലുന്നത് എൻ്റെയും ആരോഗ്യത്തിന് അത്ര ഒരു ശുഭകരമായിരിക്കും എന്ന് തോന്നുന്നില്ല. നമ്മുടെ ബഹുമാനായ MLA പറഞ്ഞത് ഉടൻ പ്രസംഗിച്ച് പോയിക്കൊള്ളണം, ഇല്ലാന്നുണ്ടെങ്കിൽ വിവരം അറിയും എന്നാണ്. കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന വളരെ ആദർശാത്മകമായ ഒരു മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ട് KNM നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന ബോധവൽക്കരണ പ്രസ്ഥാനത്തിൻ്റെ സമാപന സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. നവോത്ഥാനം ലോകത്ത് എവിടെ എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആദ്യത്തെ ഒരു ദൗത്യം വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും വേർതിരിച്ച് കാണിക്കുക എന്നത് തന്നെയാണ്. ഇന്ന് മനുഷ്യൻ വിശ്വാസത്തെക്കാളേറെ അന്ധവിശ്വാസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്ന പരസ്യങ്ങൾ ധാരാളമായി വരുന്നുണ്ട്. ആ പരസ്യങ്ങളുടെയൊക്കെ രത്നച്ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊന്നും അറിയേണ്ടതില്ല, ഈ ശംഖ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ, ഈ മോതിരം ധരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വെള്ളം ഒരു ഇത്തിരി കൊണ്ടുപോയി വീട്ടിലെവിടെയെങ്കിലും സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു പണിയെടുക്കാതെ നിങ്ങൾക്ക് പണം ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നവരാണ് മലയാളികളിൽ നല്ലൊരു ശതമാനം പേരും എന്നുള്ളതാണ് മഹാകഷ്ടമായ കാര്യം. അന്ധവിശ്വാസം ഏറെ ഉള്ളൊരു ജനവിഭാഗമാണ് മലയാളികൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആരെങ്കിലും ഞങ്ങളെ ചതിക്കൂ, ആരെങ്കിലും ഞങ്ങളെ പറ്റിക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ സന്നദ്ധനായിട്ട് നിൽക്കുകയാണ്. ആട് തേക്ക് മാഞ്ചിയമായിരുന്ന ഒരു 10-20 കൊല്ലം മുൻപ് ആട് തേക്ക് മാഞ്ചിയത്തിൻ്റെ പരസ്യം വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളുടെ പണം ഞങ്ങളെ ഏൽപ്പിക്കൂ, അത് 1 കൊല്ലത്തിനുള്ളിൽ ഇരട്ടിയാക്കി ഞങ്ങൾ തിരിച്ചു തരും എന്നാണ്.
നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും പണിയെടുത്ത് പണമുണ്ടാക്കി തരും എന്ന് വിശ്വസിക്കുന്നത് പോലുള്ളൊരു പരമ മണ്ടത്തരം ഈ ലോകത്ത് വേറെയില്ല. പക്ഷേ മലയാളികൾ അത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഈ ആർത്തിയാണ് അന്ധവിശ്വാസത്തിലേക്ക് മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിത ആർത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഉപാധിയാക്കി മനുഷ്യൻ മാറ്റുന്ന സാഹചര്യത്തിൽ ആ ആർത്തിക്കെതിരെയാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും, വിശേഷിച്ചും ഇസ്ലാം മതം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാം മതത്തിലെ ഏറ്റവും അതിഗംഭീരം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംജ്ഞയാണ് സക്കാത്ത് എന്നുള്ളത്. അതിഗംഭീരമാണ്. വലിയ ദാർശനിക മാനങ്ങളുള്ള, വലിയ ധാർമ്മിക അടിത്തറകളുള്ള, വലിയ യുക്തിഭദ്രമായ വാദഗതികളുള്ള, മനുഷ്യജീവിതത്തിന് ഏറ്റവും ഉതകുന്ന വിധത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു മഹാസങ്കല്പമാണ്, ഒരു മഹാസംജ്ഞയാണ് സക്കാത്ത് എന്നുള്ളത്. പക്ഷെ അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ അതിനെന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. നമ്മൾ ആ സക്കാത്ത് എന്നുള്ള പ്രയോഗത്തെ ചക്കാത്താക്കി മാറ്റി എന്നത് മറക്കരുത്. ആ രാധാകൃഷ്ണൻ മാഷ് ഒരു ചക്കാത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് പേടിക്കും. കാരണം വെറുതെ കിട്ടും എന്നുണ്ടെങ്കിൽ ആസിഡാണെങ്കിൽ അതും വലിച്ചു വാരി വിഴുങ്ങാൻ ഒരു കുഴപ്പവുമില്ലാത്ത വിധത്തിലുള്ള ഒരാളാണ് എന്നൊരു സങ്കല്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ, ഏറ്റവും യുക്തിഭദ്രമായ മാനവ സമൂഹത്തിന് അനിവാര്യമായി വേണ്ട ഒരു മഹാസങ്കല്പത്തെ വികൃതമാക്കി സ്വീകരിക്കുന്ന സ്വഭാവം മലയാളികൾക്കുണ്ട് എന്നാണ് ഞാൻ ഈ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. ആ സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലളിതമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളോടിത് പറയുന്നതിൽ ഒരു അഭംഗിയില്ലേ എന്ന് ചോദിച്ചേക്കാം. കാരണം കൊല്ലക്കുടിയിൽ സൂചി വിൽക്കാൻ ഇയാൾ ആര് എന്ന് നിങ്ങൾ ചോദിക്കാവുന്നതാണ്. കാരണം പരിശുദ്ധ ഖുർആനിലെ എല്ലാ സങ്കല്പങ്ങളെല്ലാം വളരെ ഗഹനമായും വിശദമായും പഠിച്ചിട്ടുള്ള മഹാപണ്ഡിതന്മാരാണ് ശ്രീ മുഹമ്മദ് മദനിയും ഹുസൈൻ മടവൂരും അബ്ദുറഹിമാൻ സലഫിയും ഒക്കെ പോലെയുള്ളവരെല്ലാം ഈ വിഷയത്തെക്കുറിച്ച് പണ്ഡിതോചിതമായി ഗഹനമായി സംസാരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു സംജ്ഞയെ ഞാൻ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് നിങ്ങളോട് പറയുന്നത് ശരിയായിരിക്കുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ആ ഒരു കാര്യം മാത്രം പറയുന്നത്. അതോടുകൂടി ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നതുമാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് മനുഷ്യൻ്റെ ആർത്തിയെക്കുറിച്ചാണ്. ആർത്തിയുടെ സവിശേഷത എത്ര കിട്ടിയാലും നമുക്ക് മതി വരില്ല എന്നുള്ളതാണ്. മതി എന്ന ഒന്ന് ആർത്തിയിൽ ഉണ്ടാകില്ല. എനിക്ക് എത്ര കിട്ടിയാലും ശരിയാണ്, അപ്പുറത്തുള്ളത് കൂടി വേണം എന്നുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ടാണ് സക്കാത്തിൻ്റെ അടിസ്ഥാന സങ്കല്പം മനുഷ്യൻ എന്ത് സ്വീകരിക്കുന്നതും ദൈവനാമത്തിലായിരിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ദൈവനാമത്തിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഈ ലോകവും ആ ലോകത്തിലെ സൃഷ്ടിജാലങ്ങളും ആ സൃഷ്ടിജാലങ്ങളുടെ അനന്ത വിചിത്രമായ കഴിവുകളും ഒന്നും തന്നെ നമ്മൾ ഉണ്ടാക്കിയതോ നമ്മൾ സൃഷ്ടിച്ചതോ അല്ല. നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലാഹുവിൻ്റെ ഖജനാവിലുള്ള അനന്തമായ കാലത്തിൽ വളരെ പരിമിതമായ കുറച്ച് കാലം ഇവിടെ കഴിഞ്ഞുകൂടാൻ അവസരം കിട്ടിയിട്ടുള്ളവർ മാത്രമാണ് മനുഷ്യൻ. എത്രയൊക്കെ കെട്ടിപ്പിടിച്ച് വെച്ചാലും ശരിയാണ്, ഒന്നും നമുക്ക് എങ്ങും കൊണ്ടുപോകാൻ കഴിയില്ല. ആ പാവം ജയലളിതയുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തോരം പാടുപെട്ട് എന്തെല്ലാം ഉണ്ടാക്കി വെച്ച് അവസാനം ഇതൊക്കെ എവിടെയാണെന്ന് ആർക്കും അറിയാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്ന്. എല്ലാ ആർത്തിക്കാരുടെ മനസ്സിലും ഒരു ജയലളിതയുണ്ട്. എല്ലാ ജയലളിതമാർക്കും ഇത്തരം ഒരവസ്ഥ വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്ത് സ്വീകരിക്കുന്നതും ദൈവനാമത്തിൽ സ്വീകരിക്കണം, ബിസ്മി ചൊല്ലി സ്വീകരിക്കണം. ആഹരിക്കുന്നത് ബിസ്മി ചൊല്ലിയിട്ട് വേണം, ദൈവനാമത്തിലായിരിക്കണം. ദൈവനാമത്തിൽ സ്വീകരിക്കുമ്പോൾ ആർത്തി തീർക്കാൻ പറ്റില്ല, വിശപ്പ് തീർക്കാൻ മാത്രമേ പറ്റൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ
ലഭ്യമായിരിക്കുന്ന വിഭവങ്ങളിൽ നിന്ന് എനിക്ക് വേണ്ടത് എത്രയാണോ, എൻ്റെ വിശപ്പ് തീർക്കാൻ എനിക്ക് അനിവാര്യമായി എത്ര വേണമോ അത്ര മാത്രം സ്വീകരിക്കുകയും ബാക്കി വിഭവങ്ങൾ മറ്റ് മനുഷ്യരുമായി പങ്കുവെച്ച് ജീവിക്കുകയും വേണം എന്ന മഹാസന്ദേശമാണ് സക്കാത്തിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഒരു സംശയം വരാം, ലോകത്ത് നിന്ന് ഞാൻ ഒന്നും എടുക്കുന്നില്ല, പക്ഷേ എൻ്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് എൻ്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ നേടിയതോ? അതിൻ്റെയും മറുപടി, നമ്മുടെ ബുദ്ധിശക്തിയും കഴിവും എല്ലാം തന്നെ ദാനമായി ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ദാനമായി കിട്ടിയ ബുദ്ധിശക്തിയും കഴിവും എല്ലാം എൻ്റേതാണ് എന്ന് കരുതുകയും ആ കരുതലിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആവശ്യമുള്ളത് ഇല്ലാത്തതുമെല്ലാം വാരിക്കൂട്ടി അങ്ങനെ വാരിക്കൂട്ടി വരുമ്പോൾ മറ്റൊരുവന് ലഭിക്കേണ്ട അവൻ്റെ മിതമായ ആവശ്യങ്ങൾ പോലും നമ്മൾ ഹനിക്കുന്നുണ്ട്. ഈ ആർത്തി കൂടി വരുമ്പോഴാണ് എങ്ങനെയായാലും പണം ഉണ്ടാക്കണം, എങ്ങനെയായാലും അധികാരം ഉണ്ടാക്കണം, എന്ത് വില കൊടുത്തും നമുക്കിതൊക്കെ നേടണം എന്ന ഒരു ആർത്തി വരുമ്പോഴാണ് ആർത്തിയുടെ കൂടെ അന്ധവിശ്വാസം അകമ്പടി സേവിച്ചു വരുന്നത്. അന്ധവിശ്വാസം വരുന്നത് മുഴുവനും എളുപ്പമാർഗത്തിൽ നമുക്കിത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. രോഗം വന്നാൽ അതിന് മരുന്ന് കഴിക്കുകയും മരുന്ന് കഴിക്കുന്നതോടൊപ്പം ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാ നിശ്ചിതമായ ചിട്ടവട്ടങ്ങൾ പാലിക്കുകയും ചെയ്യുന്നതിന് പകരം ഒരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് എളുപ്പത്തിലാകും എന്ന് കരുതിയാണ് മരുന്നിന് പകരം മന്ത്രത്തിലേക്ക് മനുഷ്യൻ പോകുന്നത്. അധ്വാനിച്ച് അവനവൻ്റെ പണം ഉണ്ടാക്കുക എന്നുള്ളത് മാറിയിട്ടാണ് അത്ഭുത വിദ്യ കൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ അന്ധവിശ്വാസങ്ങൾക്കിടയിലും അതിൻ്റെ അടിയിലും ഈ ഒരു ആർത്തിക്കാരനായ മനുഷ്യനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. എളുപ്പമാർഗത്തിൽ ഇതൊക്കെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും നടുക്കൊണ്ട് അതിൻ്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ലോകത്ത് നവോത്ഥാനം ആരംഭിക്കുന്ന ഏത് രാജ്യത്തും ഏത് ഘട്ടത്തിലും ആ നവോത്ഥാന പ്രവർത്തകരെല്ലാവരും തന്നെ ഈ അന്ധവിശ്വാസത്തെ വിശ്വാസത്തിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുകയും അന്ധവിശ്വാസമല്ല യഥാർത്ഥ വിശ്വാസം എന്ന് സംസ്ഥാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കേരളത്തിലെ നവോത്ഥാനവും അങ്ങനെ തന്നെയായിരുന്നു. ദൗർഭാഗ്യവശാൽ ആ നവോത്ഥാന മൂല്യങ്ങൾക്ക് ഇന്ന് മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ നവോത്ഥാന മൂല്യങ്ങൾക്ക് മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന കാലത്താണ് കേരള നടുവത്തിൽ മുജാഹിദ്ദീൻ പോലുള്ള ഒരു സംഘടന ഈ അന്ധവിശ്വാസങ്ങൾക്ക് എതിരെയുള്ള ഒരു എന്താ പറയുക ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, മനുഷ്യ മസ്തിഷ്കത്തിൽ വേണ്ട സംസ്കരണം വരുത്തുന്നതിനുള്ള പ്രചാരണം നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ അന്ധവിശ്വാസം നമ്മുടെ സമൂഹത്തെ പിറകോട്ട് കൊണ്ടുപോകും എന്ന് മാത്രമല്ല, എവിടെയെല്ലാം അന്ധവിശ്വാസങ്ങൾ വരുന്നുണ്ടോ ആ അന്ധവിശ്വാസം അന്ധകാര യുഗത്തിലായിരിക്കും നമ്മെ എത്തിക്കുക. മലയാളികളും ഏതാണ്ട് അന്ധകാര യുഗത്തിലേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ആപത്കരമായ ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ച ഒരു വാർത്ത, 10,000-ഓളം വരുന്ന ചെകുത്താൻ സേവ നടത്തുന്നവർ ഈ കൊച്ചി നഗരത്തിൽ ഒത്തുകൂടാൻ പോകുന്നു എന്നുള്ളതാണ്. MLAക്ക് വളരെ ഭീഷണിയാണത്. 10,000-ഓളം വരുന്ന അവർ ദൈവവുമായിട്ടല്ല സംവദിക്കുന്നത്, ചെകുത്താനുമായി സംവദിച്ചുകൊണ്ട് ചെകുത്താൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ലോകത്ത് ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ കഴിയും. നമ്മുടെ ജീവിതത്തെ ഒറ്റ നിമിഷം കൊണ്ട് അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന് പറയുന്ന രീതിയിൽ ആ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൻ്റെ രീതിയിൽ അത്ഭുതങ്ങൾ ഇങ്ങനെ കിട്ടും. അപ്പം അതുകൊണ്ട് ദൈവത്തെ വിട്ട് ചെകുത്താനെ സേവിക്കുന്നതാണ് ഉചിതം എന്ന് വിശ്വസിക്കുന്ന 10,000 പേര് എറണാകുളം നഗരത്തിൽ സമ്മേളിക്കാൻ പോകുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. സത്യമാണോ എന്നെനിക്കറിയില്ല.
ഏതായാലും ദൈവത്തെ വിട്ടുകൊണ്ട് ചെകുത്താനുമായി ബന്ധം സ്ഥാപിക്കുന്നവരുണ്ട്. എപ്പോഴെല്ലാം വിശ്വാസത്തിൽ നിന്ന് മാറി അന്ധവിശ്വാസത്തിലേക്ക് മനുഷ്യൻ പോകുന്നുണ്ടോ അപ്പോഴൊക്കെ അവൻ ദൈവത്തിൽ നിന്ന് അകലുകയും ചെകുത്താനുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് വസ്തുത. അതിനെതിരെയുള്ള ഈ ക്യാമ്പയിൻ വളരെ അർത്ഥവത്താണ്. അത് കൂടുതൽ വിജയിക്കട്ടെ. അതിന് ഞാൻ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വിശേഷിച്ചും, കാരണം നമ്മുടെ സമൂഹത്തിൽ നാം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കെ ആ സമൂഹത്തിൽ ഇത്തരം ഒരു പ്രചാരണത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.